കുട്ടികളെ ലഹരി പോലുള്ള മറ്റു ഭീകര മേഖലയിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന കായിക ന്യൂനപക്ഷ ക്ഷേമം ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ സ്കൂൾ കായിക മേഖലയിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ധാരാളം സ്വർണ്ണ മെഡലുകൾ ലഭ്യമാക്കി എന്നുള്ളത് ഏറെ സന്തോഷം ചെയ്യുന്ന, ഈ നാടിന് തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ ഇൻഡിവിജ്വൽ വിദ്യാലയങ്ങളിലൊന്നായി അത് വെള്ളിയായാലും വെങ്കലമായാലും ഒക്കെ തന്നെ സ്വർണമായാലും ഒക്കെ തന്നെ ആ പ്രകടനം ഏറെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് തന്നെ കോമൺവെൽത്ത് താരം ആൻസി സാജൻ, പി ഡി അഞ്ജലി തുടങ്ങിയ കായിക താരങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ സംഭാവനയാണ് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പഠനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ വിദ്യാലയം ഒട്ടും പിന്നിലല്ല. എല്ലാ അർത്ഥത്തിലും മറ്റ് സർക്കാർ വിദ്യാലയങ്ങളെക്കാൾ ഈ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് വസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഈ വിദ്യാലയം തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയെടുത്തു എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അടിസ്ഥാനപരമായി കായിക മേഖലയെ വളർത്തിയെടുക്കാനായി അടുത്ത വർഷം മുതൽ സ്കൂൾ തലത്തിൽ കായിക പാഠ പുസ്തകങ്ങൾ വരികയാണ്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. മത്സര ഇനങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്നും മന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനായി എല്ലാ പ്രദേശത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും പരിശീലനത്തിന് തയ്യാറാക്കുകയും ചെയ്യുകയാണ് സർക്കാർ. ജില്ലയിൽ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം IM വിജയന്റെ നാമത്തിൽ ഒരുങ്ങുന്നുണ്ടെന്നും ജില്ലയിൽ 25ഓളം കളിക്കളങ്ങൾ പുതിയതായി നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് UK ഗോപാലൻ ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് MS സ്മിത, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വലപ്പാട് ഉപജില്ല AO KV അമ്പിളി, GFHSS പ്രധാനാധ്യാപിക PH ഷെരീഫ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ രണ്ടാമത്തെ സിന്തറ്റിക് ട്രാക്കാണ് സംസ്ഥാന സർക്കാരിന്റെ 2021-22 ബജറ്റിൽ നിന്ന് 3 കോടി രൂപ ഉപയോഗിച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട്. 8 ലൈനുകളുള്ള ഫുൾ PU സിന്തറ്റിക് ട്രാക്കാണ് ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയത്. സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ബർമുഡ ഗ്രാസ് പിടിപ്പിച്ച ടർഫും ലോങ് ജമ്പ് പിറ്റും ഒരുക്കിയിട്ടുണ്ട്. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.